ഇന്ന് ടാലി ERP9 ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. അപ്പൊ ടാലി ERP9 എങ്ങനെയാണ് പോയിന്റ് ഓഫ് സെയില് വിത്ത് GST കൂടി ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് സൂപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് ഓഫ് സെയില് GST കൂടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങില് അതേപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഓപ്ഷൻ വിത്ത് GST കൂടിയിട്ട് എങ്ങനെയാണ് ടാലി ERP9 ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോ ഈ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ റീറ്റെയിൽ ഷോപ്പില് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ വെച്ചാൽ അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരാൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു 2-3 പ്രോഡക്റ്റ് എടുത്തു. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു തരാൻ അവിടെ ആൾക്കാരുണ്ടായിരിക്കും. അയാൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ എടുക്കാനുള്ള റൈറ്റ് അവിടെ ഉണ്ട്. ആ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ കൗണ്ടറിലേക്കാണ് പോണത്. അപ്പോൾ കൗണ്ടറിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരിക്കും. ഈ പോയിന്റ് ഓഫ് സെയിലിന്റെ പ്രത്യേകത എന്ന് കണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റിന് വേണ്ടിയിട്ട് വേറൊരു കമാൻഡ് ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവിടെ സ്പീഡായിട്ട് ബില്ല് അടിക്കണം. അപ്പോൾ ഒരു ബില്ല് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെയാണ് അവിടെ പ്രിന്റ് വരിക. പ്രിന്റിന് വേണ്ടി വേറൊരു കമാൻഡ് ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേകത എന്ന് കണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടി മോഡ് പേയ്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ക്യാഷ് മാത്രമല്ല ഉണ്ടായിരിക്കുക. അവിടെ ഗിഫ്റ്റ് കാർഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡും ഉണ്ടായിരിക്കും. ഇപ്പൊ ഗിഫ്റ്റ് കാർഡ് കണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എവിടുന്നെങ്കിലും അയാളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഗിഫ്റ്റ് വൗച്ചറും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കും, പിന്നീട് ക്യാഷും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളതിന്റെ പ്രത്യേകത. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഓരോ സൂപ്പർ മാർക്കറ്റിനും അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കും. അതിന് ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ടാലിയിലും ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടാലിയിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ABC സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റിലെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ GST ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. എല്ലാ ഫീച്ചറുകളും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ F11 ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് കാണും. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഫീച്ചറുകളൂടെ കാണിക്കും. അക്കൗണ്ടിങ് ഫീച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെന്ററി ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഉണ്ട്. അപ്പോൾ GST പറയുന്നത് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്ന് പറഞ്ഞിട്ട്. ഞാനിത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. അതിന്റെ അടിയിൽ തന്നെ കാണിക്കും സെറ്റ് ഓർഡർ GST ഡീറ്റെയിൽ. ഇവിടെയാണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. ഇവിടെ യെസ് കൊടുത്തു. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് അതേപോലെ തന്നെ റെഗുലർ ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ കമ്പനിയുടെ GST നമ്പർ എല്ലാം കൊടുക്കാം. GST സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പൊ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്തു വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഒരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി ഒരു സെയിൽസ് വൗച്ചർ ഉണ്ട് ടാലിയിൽ. പക്ഷെ ഈ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിൽസ് വൗച്ചർ അല്ല യൂസ് ചെയ്യേണ്ടത്. പുതിയൊരു ന്യൂ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് പുതിയൊരു ന്യൂ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ ഇവിടെ വെച്ചിട്ട് അക്കൗണ്ട്സ് ഇൻഫർമേഷൻ എടുത്ത് എൻ്റർ അടിച്ചു. എടുത്തു കഴിഞ്ഞെങ്കിൽ അതിലൂടെ കാണും വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വൗച്ചർ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രിയേറ്റ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ഓൾട്ടർ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ വെച്ചിട്ട് വൗച്ചർ ടൈപ്പിന്റെ പേര് കൊടുക്കാം. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളത് തന്നെയാണ്. പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള വൗച്ചർ ടൈപ്പ് അവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിക്കും സെറ്റ് ഓൾട്ടർ
അപ്പോൾ ഇവിടെ ചോദിക്കും സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ. അപ്പൊ സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളിടത്ത് ഇവിടെ റൈറ്റിൽ ഇവിടെ സെയിൽസ് ഉള്ളതിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സെയിൽസ് ഉള്ള വൗച്ചറിലേക്ക് സെലക്ട് ചെയ്തെടുക്കും. കാരണം ഇതിന്റെ സെയിൽസിന്റെ എല്ലാ പ്രത്യേകതകളും ഇതിൽ വേണം. പക്ഷെ ഇവിടെ പേരിൽ പുതിയൊരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം. ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ സാധാരണ സെയിൽസ് വൗച്ചറിന്റെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഓട്ടോമാറ്റിക്കലിക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഞാൻ ഇവിടെ ഓപ്ഷൻ ചോദിക്കും പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിംഗ് എന്നുള്ളത്. അപ്പൊ ഇവിടെ യെസ് കൊടുക്കണം. കാരണം ഒരു വൗച്ചർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രിന്റ് വരികയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും യൂസ് ഫോർ POS ഇൻവോയ്സിംഗ് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അടുത്തത് ചോദിക്കുമ്പോൾ ഇവിടെ മെസ്സേജ് ടു പ്രിന്റ്. ഇപ്പോൾ നമുക്കറിയാലോ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബില്ല് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ലാസ്റ്റിൽ ഉണ്ടായിരിക്കും ഒരു മെസ്സേജുകൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഇപ്പൊ താങ്ക് യു അല്ലെങ്കിൽ വിസിറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താണ് ഇവിടെ മെസ്സേജ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. മെസ്സേജ് 2ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കാം. വിസിറ്റ് അഗെയിൻ, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഡീഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ്. നമ്മളുടെ പ്രിന്റിൽ എന്താണ് ടൈറ്റിൽ ആയിട്ട് വരേണ്ടത്? ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ക്യാഷ് മെമ്മോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, അതായിരിക്കും ആ ടൈറ്റിലായിട്ട് വരിക. അടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ചോദിക്കും സെറ്റ് ഓർഡർ ഡിക്ലറേഷൻ. ഇപ്പൊ ഓരോ ബില്ലിലും ഓരോ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഓരോ ബില്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാങ്കിന്റെ ഗുഡ്സ് തിരിച്ചെടുക്കില്ല, അങ്ങനെ ഓരോ ഫോമിലും ഓരോ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡിക്ലറേഷൻ കൊടുക്കാം. അല്ല ടാലിയിൽ ഓൾറെഡി ഒരു ഡിക്ലറേഷൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ ഇവിടെ കാണിക്കും. We declare that this invoice shows the actual price of the goods described and that all particulars are true and correct എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടാലിയിലെ ഡിക്ലറേഷൻ. അപ്പൊ ഇത് മതിയെങ്കിൽ ഇത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പുതുതായിട്ട് ഒരെണ്ണം അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഇത് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും നെയിം ഓഫ് ക്ലാസ് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ POS പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. POS പറഞ്ഞിട്ട് എൻ്റർ അടിച്ചു. അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഡിഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട് ഫോർ POS ഇൻവോയ്സ്. അപ്പൊ ഇവിടെയാണ് വൗച്ചറുകളൊക്കെ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടി മോഡ് പേയ്മെന്റ് ആണ് യൂസ് ചെയ്യാന്നുള്ളത്. അവിടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കും, പിന്നെ ക്യാഷും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പൊ ഇവിടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുത്തു. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഗിഫ്റ്റ് വൗച്ചറുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഏതിന്റെയാണ് ഗിഫ്റ്റ് വൗച്ചർ ആണെങ്കിൽ ഇപ്പോൾ ആലുക്കാസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആലുക്കാസ് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം. ആലുക്കാസ് ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ആലുക്കാസ് ഗിഫ്റ്റ് വൗച്ചർ എൻ്റർ അടിച്ചു. ഈ ഗിഫ്റ്റ് വൗച്ചർ ഈ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം കിട്ടാനുള്ളതാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് വൗച്ചർ ഇവര് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പൈസ ആ കമ്പനിയാണ് ആലുക്കാസ് ഇവർക്ക് കൊടുക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇതെന്താണ് സൺട്രി ഡെറ്റർ ആണ്. ഇവിടെ വെച്ചിട്ട് സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ചോദിക്കും അടുത്തത് ഇവിടെ ചോദിക്കും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ്. അപ്പോൾ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാങ്കിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഞാനിവിടെ FIB സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ചോദിക്കും ചെക്ക് ഓർ DD. അപ്പൊ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരു ചെക്ക് ആക്സെപ്റ്റ് ചെയ്യില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ക്ലിയർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ചെക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ ചെക്ക് എന്നുള്ളത് ഇവിടെ നോ കൊടുക്കാം. നെക്സ്റ്റ് ആണെന്നെങ്കിൽ ഇവിടെ ക്യാഷ് ഓൾറെഡി ടാലിയിലുണ്ട്. ഇവിടെ ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെ രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ചോദിക്കും ഡിഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ ഫോർ ഓൾ ഐറ്റംസ് ഇൻ ഇൻവോയ്സ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ ഇവിടെയാണ് സെയിൽസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ടാക്സും അതേപോലെ തന്നെ സെയിൽസ് ലെഡ്ജറും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ടാക്സ് കാണിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ലെഡ്ജറിന്റെയും മുകളിലത്തെ ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ സെയിൽസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ സെയിൽസ് ഉള്ള ലെഡ്ജർ. അപ്പോൾ ലെഡ്ജറിൽ ഇവിടെ സെയിൽസ് ഉള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സെയിൽസ് കൊടുത്തു. ഇവിടെ എൻ്റർ അടിച്ചു, എൻ്റർ. രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ചോദിക്കാൻ ടാക്സുകളാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അഡീഷണൽ അക്കൗണ്ടിങ് എൻട്രീസ്, എക്സാമ്പിൾ ടാക്സസ് ആൻഡ് അതർ ചാർജസ്. അപ്പൊ ഇവിടെ ഓരോ ടാക്സുകളായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ SGSTയും CGSTയും ഇവിടെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് SGST കൊടുത്തു, അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് CGST കൊടുത്തു. ആണെങ്കിൽ ഈ ബില്ലൊക്കെ ആണെങ്കിൽ ഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ഓഫ് ഉള്ള ലെഡ്ജറും കൂടി കൊടുക്കാം.
ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ. അപ്പൊ ഞാൻ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. എന്തിനും ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കീ ആണ് കൺട്രോൾ എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇഫ് GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് സർവീസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആസ് ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ്ങിലേക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ആസ് ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ്ങിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നോർമൽ റൗണ്ടിങ്ങിലേക്ക് കൊടുത്തു. റൗണ്ടിങ് ലിമിറ്റ് എന്നുള്ളടത്ത് 1ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. ഇപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഒരു പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളതിലാണ് സെയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എസ്കേപ്പ് ചെയ്തു. ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസിന്റെ അടിയിൽ അക്കൗണ്ടിങ് വൗച്ചറിലേക്കാണ് പോകേണ്ടത്. ഇവിടെ വെച്ചിട്ട് അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ഉള്ള വൗച്ചറിൽ തന്നെയാണ് പോകേണ്ടത്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F8 പ്രസ് ചെയ്യുക. F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടും കാണിക്കും. പോയിന്റ് ഓഫ് സെയിലും കാണിക്കും, അതേപോലെ തന്നെ സെയിൽസും കാണിക്കും. അപ്പോൾ ഈ എൻട്രി ചെയ്യേണ്ടത് പോയിന്റ് ഓഫ് സെയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് പോയിന്റ് ഓഫ് സെയിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിനെ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിനെ POS ഉള്ള ക്ലാസ്സിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ POS ഉള്ള ക്ലാസ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും പാർട്ടീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു സൂപ്പർ മാർക്കറ്റ് ബില്ലൊക്കെ ആകുമ്പോൾ അവിടെ പാർട്ടിയുടെ പേരൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അവിടെ നോട്ട് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഈ ബില്ല് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ താഴത്ത് എല്ലാ വൗച്ചറുകളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി മോഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇത് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ഫേസ് വാഷ്. അപ്പൊ ഈ ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചു. ഈ ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് കൺട്രോളും എൻ്ററും പ്രസ് ചെയ്താൽ മതി. വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു. അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. യൂണിറ്റ്സ് നമ്പർ സെലക്ട് ചെയ്തിട്ടെടുത്തു. GST അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓർഡർ GST ഡീറ്റെയിൽസിന്റെ അവിടെ S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷൻ ടൈപ്പിൽ ഓൺ വാല്യൂ കൊടുത്തു. ടാക്സബിലിറ്റിയിലെ ടാക്സബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിന്റെ റേറ്റ് ആണെങ്കിൽ ഇവിടെ 18%. അപ്പോൾ സെൻട്രൽ ടാക്സും സെയിൽ ടാക്സിലേക്കും ഡിവൈഡ് ചെയ്തിട്ട് വരും. 9% 9% ആയിട്ട് വരും. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ നോക്കുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ക്വാണ്ടിറ്റി എപ്പോഴും ഇവിടെ 1ലേക്കാണ് വന്ന് കിടക്കുക. ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. എത്രയാണ് ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 30 ആണെങ്കിൽ ഇവിടെ 30 കൊടുത്തു. അതിൻ്റെ റേറ്റ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ 82 കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ അടുത്ത ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഹാൻഡ് വാഷ് ആണെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി 1 ആണ് കിടക്കുക. ഇവിടെ വെച്ചിട്ട് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 45 കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 95 കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഷാമ്പൂ. ഇവിടെ ഷാമ്പൂ എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 കൊടുത്തു. റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 96 കൊടുത്തു. നോക്കിയാൽ മനസ്സിലാവും ടാക്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ടാക്സ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത കാരണം ടാക്സ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ SGST CGST അതേപോലെ തന്നെ റൗണ്ട് ഓഫ് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സിന്റെ എമൗണ്ടുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 96470 ആണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഓരോന്നായിട്ട് കൊടുക്കാം. ഇപ്പൊ ഗിഫ്റ്റ് വൗച്ചറായിട്ട് അയാൾ എത്രയാണ് കൊടുക്കുന്നത്? അപ്പോൾ ആ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1500 റുപ്പീസാണ് ഗിഫ്റ്റ് വൗച്ചറിൽ കൊടുക്കുന്നത്. 1500 അടിച്ചു. അപ്പൊ നെക്സ്റ്റ് ഇവിടെ ചോദിക്കും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിൽ എത്രയാണ് കൊടുക്കുന്നത്? അപ്പൊ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിലാണെന്നുണ്ടെങ്കിൽ ഒരു 3500 ആണ് 3500 ആണ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കുന്നത്. എൻ്റർ അടിച്ചു. ഇവിടെ ചോദിക്കും ഇവിടെ കാർഡ് നമ്പർ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് ആണ്. അപ്പൊ അടുത്തതിൽ വരണാണെങ്കിൽ ഇവിടെ ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് ആയിട്ട് ഇനി ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 4647 റുപ്പീസ് ആണ് ഇനി കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ക്യാഷ് ടെൻഡേഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5000 ആണ് കൊടുത്തത്. 5000 എടുത്തു. എൻ്റർ അടിച്ചു. അപ്പൊ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എമൗണ്ട് കാണും.
അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ 4647 രൂപയായിരുന്നു ടോട്ടൽ. ഇനി ബാലൻസിന്റെ ക്യാഷ് എമൗണ്ട്. അപ്പോൾ അയാൾ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ബില്ലിൽ തന്നെ കാണിക്കും. അപ്പോൾ 353 റുപ്പീസ് ഇനി ബാലൻസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇനി ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്രിന്റ് വരികയാണ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റിന്റെ കമാൻഡിലേക്കാണ് പോവുക. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കും. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ കമ്പനിയുടെ പേര് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബിൽ നമ്പർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ മുകളിൽ നമ്മൾ ക്യാഷ് മെമ്മോ എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ക്യാഷ് മെമ്മോ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ ടൈം അടക്കം വരുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ടൈം അടക്കം ബില്ലിന്റെ മുകളിൽ കാണിക്കും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ ഐറ്റം വന്നിട്ടുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ടാക്സുകൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് 1500 വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിൽ 3500 വന്നിട്ടുണ്ട്, ക്യാഷ് ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്, ക്യാഷ് ടെൻഡേഡിൽ 5000, ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 353 വന്നിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 96470 ആണ്. അതിന്റെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുള്ള മെസ്സേജ് താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇതാണ് പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഓപ്ഷന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. നമുക്കിത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബില്ല് ഓൾറെഡി നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇത് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടാലി ERP9 പോയിന്റ് ഓഫ് സെയിൽ വിത്ത് GST കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.